അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഡ്രോപ്പ് കുന്തനും പിന്നെ ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള സെറാമിക് കുന്തനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാരറ്റി ക്ലിപ്പ് അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈസ് ഒന്നാണ് കാണിക്കുന്നത്. പിന്നെ ഞാനൊരു ഗോൾഡൻ ഷെയ്ഡുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണും കൂടെ എടുത്തിട്ടുണ്ട്. B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ നന്നായിട്ട് നമ്മുടെ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഈ സ്റ്റോൺസ് നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഹാർട്ട് ഷേപ്പിലുള്ളത് 2 സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നു. ഇത് ഞാൻ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഈ ഹാർട്ട് ഷേപ്പിലുള്ളത് കുറച്ച് വെയിറ്റ് ഉണ്ടാവും, ഇച്ചിരി വലിപ്പമുള്ള സ്റ്റോണാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നറിയാവോ, നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ഇളകി ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം 2 ഡ്രോപ്പ് കുന്തൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ഫിക്സ് ചെയ്യണം. നമ്മൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതെല്ലാം നല്ല ഹാൻഡ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂവിൽ നന്നായി പറ്റിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇളകി വരും. കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ. അതിനുശേഷം വീണ്ടും 2 കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഹാർട്ട് ഷേപ്പിലാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം 2 ഡ്രോപ്പ് കുന്തൻ. ഇത് ഈ സെറാമിക് കുന്തനോട് നമ്മൾ ഈ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ, ഗ്രീൻ ചേരും, നന്നായിട്ട് പിങ്ക് ചേരും. അപ്പോൾ റെഡ് വയ്ക്കാം. നമുക്ക് സെറാമിക്കിൻ്റെ കൂടെ ഏത് കളർ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ആ കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സെറാമിക്കിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂ ആണ്. ഒരു പീക്കോ ഗ്രീൻ യൂസ് ചെയ്യാം. ഏത് കളറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതുകൊണ്ട് പറയുക. അപ്പോൾ അതിനുശേഷം വീണ്ടും അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള സ്ക്വയർ. ഈ ഗോൾഡൻ കളറിന് പകരം നിങ്ങൾക്ക് സിൽവറും കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ഏത് കളറാണ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതും കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഫസ്റ്റ് കാര്യം, ഈ ക്ലിപ്സൊക്കെ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നന്നായിട്ട് അത് ഹാൻഡ് കൊണ്ട് അറേഞ്ച് ചെയ്ത് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ അത് ഗ്ലൂവിൽ ഫിക്സ് ആയിരിക്കുകയുള്ളൂ. അടുത്ത് വീണ്ടും അവിടെ ഡ്രോപ്പ് കുന്തൻ കൊടുക്കുന്നു. അടുത്ത് ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അത് ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ രണ്ടും അത് കറക്റ്റായിട്ട് രണ്ടിലിങ്ങനെ ഒരു വി ഷേപ്പിൽ വിടർന്ന് നിൽക്കാൻ അത് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ആ സ്ക്വയർ ഷേപ്പിലുള്ളത് തിരിച്ചു വയ്ക്കുമ്പോൾ അവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹാർട്ട് ഷേപ്പിലുള്ള കുന്തം കുറച്ച് വെയിറ്റ് ഉള്ളതാണ്, കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നന്നായിട്ട് ഗ്ലൂ വേണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവസാനം അത് കഴിഞ്ഞിട്ട്, കാരണം അത് നമുക്ക് നമ്മളെ ക്ലിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമല്ലേ ഉള്ളൂ. കുറച്ച് വലിപ്പം ഉള്ളത് കൊണ്ടാണ് അവിടെ നിൽക്കാൻ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക്. അപ്പം നമ്മളെപ്പോഴും വയ്ക്കുമ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുക. അത് കറക്റ്റ് അതിന് നല്ല ഇരിക്കാൻ ഒരു പാകത്തിനുള്ള ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം ലാസ്റ്റ് ഞാൻ കുന്തൻ ക്ലിപ്പ് കൂടെ വെച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് സ്റ്റോൺസിന് പകരം നിങ്ങൾക്ക് അവിടെ ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ സെറാമിക് കുന്തൻ കൊടുക്കാം. ഏതാണ് ഒരു മാച്ചിങ് കളറുള്ള കുന്തൻ സ്റ്റോൺ അവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ സ്റ്റോൺസിന് പകരം ഇതേ കളറിലുള്ള കുഞ്ഞു കുന്തൻ സ്റ്റോൺ കൊടുത്താലും മതി. അത്യാവശ്യം ഞാൻ ഓരോന്നിൻ്റെ ആ ഗ്യാപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആ ക്ലിപ്സിൽ ഞാൻ ഒരു സ്റ്റോൺസ് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഞാൻ അത് ഒന്ന് നമ്മുടെ ഹാൻഡ് കൊണ്ട് അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴേക്ക് അത് ഫിക്സ് ആയിരിക്കും. കണ്ടല്ലോ, അത് വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ കണ്ടേ, നല്ല നീറ്റായിട്ട്. നമുക്കതിലൊരു വൃത്തിയുടെ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.